ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു CSS ഫോർ ബിഗിനേഴ്സ്. സോ അവസാനത്തെ വീഡിയോ ആണ് CSSൻ്റെ സീരീസിൽ. സോ ഇന്ന് നമ്മൾ ട്രാൻസിഷൻസും ആനിമേഷൻസാണ് പഠിക്കാൻ പോകുന്നത്. സോ കീ ഫ്രെയിംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ആനിമേഷൻസ് ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. സോ നമ്മൾ ഓരോ വീഡിയോൻ്റെ താഴെയും ഓരോ അസൈൻമെൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ചെയ്തിട്ട് എന്താണ് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട് മെൻഷൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആരും ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് ഓക്കെ. ബട്ട് അവസാനത്തെ ദിവസം നിങ്ങളോട് എല്ലാ അസൈൻമെൻറ്റ്സ് സിപ്പാക്കിയിട്ട് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയക്കുന്നതിൽ നല്ലതായിട്ട് ചെയ്യുന്ന 3 പേർക്ക് നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ ഇത് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. സോ അത് നിങ്ങൾ ചെയ്യുക. സോ അടുത്ത 2 വീഡിയോസും കൂടി ഉണ്ടാവും. നമുക്ക് ഇനി മീഡിയ കൊറിയസ് കവർ ചെയ്യാനുണ്ട്. സിമ്പിളാണ്, ചെറിയ വീഡിയോ ആയിരിക്കും. സോ അതായത് എങ്ങനെ റെസ്പോൺസീവ് ഡിസൈൻസ് ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റാപ്പപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അത് മാത്രമല്ല, അതിൽ നമ്മൾ പഠിക്കാത്ത കുറച്ച് കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഷോർട്ട് കട്ട്സും പിന്നെ ബെസ്റ്റ് പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഒരു CSSൻ്റെ ചീറ്റ് ഷീറ്റ് ഉണ്ട്. സോ ആ ഒരു സംഭവം നിങ്ങൾക്ക് തരുന്നതാണ്. സോ നിങ്ങൾക്കും ഈസി ആയിട്ട് പഠിക്കാനും പഠിച്ചതൊക്കെ റിമൈൻ ചെയ്യിപ്പിക്കാനും പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ്. സോ നിങ്ങൾ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാണ് പറയാനുള്ളത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം, കൂടുതൽ ലാഗ് ആക്കുന്നില്ല. സോ നമുക്ക് ആദ്യം ട്രാൻസിഷൻ പഠിക്കാം. സോ ട്രാൻസിഷൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബട്ടൺ ഹോവർ ചെയ്യുമ്പോൾ ഒരു സ്റ്റൈലും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും, ബട്ടൺ ചെയ്യുന്ന സമയത്ത് കളർ വരുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ. ബട്ട് അതൊരു സ്മൂത്ത് അല്ല, പെട്ടെന്ന് വരികയാണ്. ഓക്കെ, അവിടെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. സോ ട്രാൻസിഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വരുന്നത് കുറച്ചൊരു ഡിലേ ഒക്കെ കൊടുത്തിട്ട് കുറച്ച് സ്മൂത്തായിട്ട് വരുത്താൻ പറ്റും. സോ ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ബട്ടൺമ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പോപ്പപ്പ് വരണം. സോ ട്രാൻസിഷൻ ഇല്ലെങ്കിൽ ആ പോപ്പപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പൊന്തി വരും. അപ്പോൾ കാണാനൊരു രസം ഉണ്ടാവില്ല. ബട്ട് നമ്മളവിടെ ട്രാൻസിഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു ഡിലേ ഒക്കെ കൊടുത്തിട്ട് സ്മൂത്തിലായിട്ട് അതങ്ങ് വരും. സോ അതിനാണ് നമ്മൾ ട്രാൻസിഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ കോഡിൽ എങ്ങനെ അത് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കോഡ് കാണാൻ കഴിയും. ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു സ്യൂഡോ ക്ലാസ് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഒരു ട്രാൻസിഷൻ കൊടുക്കാം. അതിനുവേണ്ടി CSS തന്നെയുള്ള പ്രോപ്പർട്ടിയാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. സോ ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നു. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് ആണ് കൊടുക്കുന്നത്. സോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്ന സമയത്താണ് ഈ ഒരു ട്രാൻസിഷൻ കൊടുക്കേണ്ടത്. സോ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്ത് ആൻഡ് നമുക്ക് ആ ഒരു ട്രാൻസിഷൻ്റെ ഡ്യൂറേഷൻ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. സോ ഞാനിവിടെ 0.3 സെക്കൻഡാണ് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ കൊടുക്കാം. സോ ഞാനിപ്പോൾ കാണിച്ചു തരാൻ ഇതാണ് കൊടുക്കുന്നത്. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻസ് ഉണ്ട്. സോ ഇത് മാത്രമല്ല, ബട്ട് ഇപ്പോൾ നമ്മൾ ഈസാണ് യൂസ് ചെയ്യുന്നത്. സോ ഏതും നോക്കാം. സോ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈസാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിലോട്ടൊന്ന് പോയി നോക്കാം ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന്. കണ്ടോ, ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നേരത്തെ മാതിരി പെട്ടെന്ന് വരികയല്ല. ഇപ്പോൾ ഒരു കണ്ടോ, ഒരു സ്ലോ മോഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ ട്രാൻസിഷൻ യൂസ് ചെയ്യുമ്പോഴുള്ളൊരു യൂസേജ് എന്ന് പറയുന്നത്. കണ്ടോ. സോ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ പകരം അവിടെ വേറെയും കുറേ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ ഒന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. സോ നമുക്ക് ഇനി പ്രോജക്റ്റിൽ കൂടുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് ട്രാൻസിഷനെ കുറിച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇനി നമുക്ക് അടുത്തത് ആനിമേഷൻസിലോട്ട് പോകാം. അതായത് കീ ഫ്രെയിം യൂസ് ചെയ്തിട്ട് എങ്ങനെ ആനിമേഷൻ ഉണ്ടാക്കുന്നതിലോട്ട് പോകാം. സോ ഞാനിവിടെ ഒരു റെഡ് ബോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ കീ ഫ്രെയിംസ് യൂസ് ചെയ്തിട്ട് ഒരു ബൗൺസിങ് ബോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് താഴോട്ട് വരുന്നു മേലോട്ട് പോകുന്നു എന്നുള്ളൊരു രീതിയിൽ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കീ ഫ്രെയിംസ് എന്നൊരു സംഭവമാണ് യൂസ് ചെയ്യുന്നത്. സോ കീ ഫ്രെയിംസ് ഐഡൻറ്റിഫയർ. സോ ഈ ഒരു ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് നമുക്ക് ഒരു വേരിയബിൾ പോലെ തന്നെ എന്ത് പേരും കൊടുക്കാം. നമ്മളെ ആനിമേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നൊരു പേരാണ്. സോ ഞാനിവിടെ ഒരു ബൗൺസിങ് എന്ന് കൊടുക്കാം. സോ ബൗൺസിങ് എന്ന് കൊടുത്ത്, സോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും കീ ഫ്രെയിംസ് ഒക്കെ. സോ കീ ഫ്രെയിംസിൽ നമ്മളൊരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എൻഡിങ് പോയിൻ്റ് ഒക്കെ കൊടുക്കണം. അതുപോലെ തന്നെ ഇതിലും കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് 0%. സോ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ് തുടങ്ങുന്നതിനുള്ളൊരു സ്റ്റൈൽ കൊടുക്കണം. സോ ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് സോ നമുക്ക് മേലെ നിന്ന് തുടങ്ങാം ബൗൺസിങ്. സോ അതിന് വേണ്ടിയിട്ട് ടോപ്പ് 0 എന്ന് കൊടുത്ത് ഞാൻ. സോ ഇനി നമുക്ക് ഫസ്റ്റ് അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ അടിയിലോട്ട് വരാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഈ 0 to 100% ഇടയിലുള്ള എവിടെയും കൊടുക്കാം. സോ ഞാനിപ്പോൾ എന്താണ് അത്ര കോംപ്ലിക്കേറ്റ് ഒന്നും ആക്കുന്നില്ല. ഒരു 15% കൊടുത്തിട്ട് ഒരു ടോപ്പ് ഒരു 115 പിക്സലും എല്ലാം കൊടുത്ത്. സോ ഇനി വരുന്ന സമയത്ത് 100 ആവുന്ന സമയത്ത് നമുക്ക് ബൗൺസിങ് ആണ് വേണ്ടത്. ഇങ്ങോട്ട് വന്നിട്ട് മേലോട്ട് തന്നെ പോകണം. സോ അതിന് വേണ്ടിയിട്ട് വീണ്ടും ടോപ്പ് 0 എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ടോപ്പ് 0 കൊടുത്ത്. ഓക്കെ, ഇനി നമുക്കൊന്ന് പോയി നോക്കാം. ഒന്നും വന്നില്ല. വൈ? ബിക്കോസ് നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്തത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ബട്ട് നമ്മളിതിപ്പോൾ യൂസ് ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് CSSൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആനിമേഷൻ എന്ന് പറഞ്ഞിട്ട്. സോ ഡിഫോൾട്ടായിട്ട് കുറേ ആനിമേഷൻസും കാര്യങ്ങളുണ്ട്. സോ അതൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ. സോ നമ്മൾ കസ്റ്റമായിട്ടൊരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ
ബൗൺസിങ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്ത് അതിൻ്റെ ആനിമേഷൻ്റെ ഒരു ഡ്യൂറേഷൻ കൊടുത്ത് 2 സെക്കൻഡ് കൊടുത്തിട്ട് ഇത് ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു ഇതാക്കി കൊടുത്തു. ഓക്കെ, സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു ബൗൺസിങ് ബോളിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഞാനിപ്പോൾ ഈ ഇൻഫിനിറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും നോക്കാം. ഒന്ന് അവിടെ പോയി നിന്ന് ഇതൊരു ഇൻഫിനിറ്റ് ആക്കിയ സമയത്ത് അത് നിൽക്കാതെ അവിടെ ഇതാക്കി. ഇത് ഇൻബിൽഡ് ആയിട്ടുള്ള ഇതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ കീ ഫ്രെയിംസ് യൂസ് ചെയ്തിട്ട് ഒരു ആനിമേഷൻ ഉണ്ടാക്കുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റിൽ വേറെയും ടാസ്ക് തരുന്നുണ്ട്, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ നോക്കുക. അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ കുറച്ച് റിസർച്ചും കൂടി ചെയ്തിട്ടുള്ളത് ചെയ്യേണ്ടതാണ്. സോ എനിവേ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ആൻഡ് വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ കാര്യങ്ങളും പറയാം. എന്നാലേ നിങ്ങൾക്ക് വരും വീഡിയോസിലാണെങ്കിലും സീരീസിലാണെങ്കിലും ഇമ്പ്രൂവ് ആയിട്ടുള്ള സംഭവം തരാൻ പറ്റുള്ളൂ. സോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.